കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയിട്ടും KC അബു തന്നെ താരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ KC അബു പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും താരതമ്യം ചെയ്യുന്നു. നരേന്ദ്രമോദി കോട്ടും സൂട്ടുമാണ് ധരിക്കുന്നത്, പിണറായി വിജയൻ മുണ്ടുടുക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഇവരിരുവരും തമ്മിലുള്ളൂ. മോഡി ഒരുപക്ഷെ അമിതാഭ് ബച്ചനേക്കാൾ മികച്ച അഭിനേതാവാണ്. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഗ്രേസ് മാർക്ക് നൽകിയാൽ പോലും അദ്ദേഹം വിജയിക്കുകയില്ല എന്ന് ഇതിനകം തെളിയിച്ചിരിക്കുകയാണ്. മോഡിയും പിണറായി വിജയനും താന്തോന്നികളാണ്, തന്നിഷ്ടം നടപ്പിലാക്കുന്നവരാണ്. ഒരാൾ കറൻസി ലെസ് ഇന്ത്യ, അതാണ് മോഡിയുടെ മുദ്രാവാക്യം. പിണറായി വിജയനാവട്ടെ അരിയില്ലാത്ത കേരളം, റൈസ്ലെസ് കേരള. ഗാന്ധിജിയേക്കാൾ നരേന്ദ്രമോദിക്കാണ് വിപണന മൂല്യം എന്ന് കരുതുന്നവരെ KC അബു ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ഫോട്ടോ ഖാദി കമ്മീഷൻ്റെ ഡയറിയിൽ നിന്ന്, പരസ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ ഇവിടെ പറഞ്ഞു. യേശുദേവൻ്റെ ത്യാഗവും മുഹമ്മദിൻ്റെ സ്ഥൈര്യവും ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയും ശ്രീബുദ്ധൻ്റെ സമാധാനവും ഈ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊണ്ടുപോയ, മാറോട് ചേർത്ത് പിടിച്ച മഹാത്മജിയുടെ ചിത്രം 500-ൻ്റെ 1000-ൻ്റെ നോട്ടിലുള്ളത് കൊണ്ടാണ് നമ്മുടെ നോട്ടിൻ്റെ മൂല്യം കുറഞ്ഞു പോയത് ഹരിയാനയിലെ ഒരു BJP മന്ത്രി പറഞ്ഞിരിക്കുക. ഗാന്ധിജിയേക്കാൾ വിപണന മൂല്യമുള്ളത് മോദിക്കാണ് എന്ന് BJPയുടെ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് BJPക്കാരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ക്ഷൗരം ചെയ്ത് പഠിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് സ്വന്തം വാപ്പയുടെ തല ചുരണ്ടി അച്ഛൻ്റെ ശിരസ് മുണ്ടനം ചെയ്തുകൊണ്ട് ആവരുത് എന്ന് വളരെ വിനയസ്വരത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾ വീറുന്നുള്ളൂ. 2017 ആരുടെ വർഷമാണെന്ന് KC അബു പറയും. ഒരു കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, 2016 എല്ലാവരും പറയാറുണ്ട് മോഹൻലാലിൻ്റെ വർഷമായിരുന്നു. 2017 UDFൻ്റെതാണ്, കോൺഗ്രസിൻ്റെതാണ്, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കക്ഷികളുടേതാണ് എന്ന് തെളിയാൻ പോവുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ രണ്ടാമൻ PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു, മൂന്നാമൻ KM മാണിയും. പിണറായി സർക്കാരിലെ മന്ത്രിമാരെക്കുറിച്ച് KC അബു. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ എല്ലാ സർക്കസിലും ഒരു 3-4 ആളുകളൊക്കെ കോമാളിമാരുണ്ടാകും. എന്നാൽ വെറും കോമാളിമാർ മാത്രമുള്ള ഒരു സർക്കസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. KC അബുവിൻ്റെ ഈ വിദഗ്ധ അഭിപ്രായങ്ങൾക്ക് BJPയിൽ നിന്ന് AN രാധാകൃഷ്ണനും LDFിൽ നിന്ന് ഉഴവൂർ വിജയനും മറുപടി പറഞ്ഞെങ്കിൽ നന്നായിരുന്നു. AN രാധാകൃഷ്ണനൊപ്പം കൂട്ടിക്കെട്ടിയതിൽ ഉഴവൂരിന് നിശ്ചയമായും പ്രതിഷേധമുണ്ടാകും. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.